നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മളൊരു യാത്ര പോവാണ് 2 ദിവസത്തേക്ക്. എങ്ങോട്ടാ അമ്മേ? ജഗൻ, നമ്മൾ സംശയിച്ചത് ശരിയാ. അവരുടെ പിറകെ ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു ആക്സിഡന്റായി. പേടിക്കാനൊന്നുമില്ല. അവിടെയും ഈശ്വരൻ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. എന്നിട്ട് അവരെവിടെ? പറയാം. അത് 12 അച്ഛനും അമ്മയും. അച്ഛാ, എന്തു പറ്റി? ചെറിയൊരു ആക്സിഡന്റ്. സ്കൂട്ടർ സ്റ്റാർട്ടാകുന്നില്ല. വർഷാപ്പിൽ കൊടുത്തു. മോളെ, അമ്മയൊന്ന് പിടിച്ചേ. സൂക്ഷിച്ച്. മോനെ, ഇവിടെ ആരും ഒന്നും അറിയണ്ട. ഇല്ല, എന്നെ വിശ്വസിക്കാം. അമ്മ പതുക്കെ അവിടെ ഇരിക്കമ്മേ. അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മയുടെ കാലിൽ ചെറിയൊരു ഉളുക്ക്. കുഴമ്പിട്ടൊന്ന് തിരുമ്മി കൊടുത്താ മതി, മാറിക്കോളും. അച്ഛനൊന്നും പറ്റിയില്ലല്ലോ? ഏയ്, കാലിന് ചെറിയൊരു ഉരച്ചില്. അത് സാരമില്ല. അച്ഛാ, ഇവിടെ രംഗം കഴിഞ്ഞ് നിൽക്ക. ഇത് കണ്ടില്ല ഇവളെ നെറ്റി? അയ്യോ, എന്തു പറ്റി? ആ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരില്ലേ, അവന്മാര് കല്ലെടുത്ത് എറിഞ്ഞതാ. ഓ, വന്നുകൊണ്ടതോ കൃത്യമായിട്ട് ഇവളെ നെറ്റിയിലും. ഇന്നത്തെ ദിവസത്തിന് എന്തോ കുഴപ്പമുണ്ട്. രാവിലെ മുതൽ പ്രശ്നങ്ങളാ. ഇങ്ങനെ സംഭവിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടാവും. മനോജിനോട് ചോദിച്ചാൽ അറിയാം. എനിക്കെങ്ങനെ അറിയാനാ? അതെ, പറഞ്ഞു പറഞ്ഞു വലുതാക്കാനാണെങ്കിൽ ഏത് കാര്യവും അങ്ങ് മേലോട്ട് പോവും. അതല്ല, ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് കരുതി മറക്കാൻ തയ്യാറാണെങ്കിൽ ഇത് ഇവിടെ തീർന്നു. ഇതിലേതാ വേണ്ടേ? അച്ഛൻ പറഞ്ഞതാ സത്യമക്കളെ. കണ്ണി തട്ടാനുള്ളത് ഒരിക്കത്തെ തട്ടി അങ്ങ് പോയിന്ന് കരുതിയാ മതി. അതെ, എന്തായാലും എല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതാ. ഇനി അപകടം വരുന്നതിന്റെ സൂചന വല്ലതും? അതല്ല, ഒരു ചെറിയ കാര്യമാണെങ്കിലും ഇവിടെ എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഉള്ളിൽ അതൊരു വേദനയാ. എന്തായാലും ഈ ചർച്ച നമുക്ക് അവസാനിപ്പിച്ചേക്കാം. മോളെ ഹരിതേ, നീ ഒരു ചായ ഇട്ടെ. ഞാനോ? അവൾക്ക് വയ്യാതിരിക്കയല്ലേ. ചെറിയൊരു അപകടത്തിൽപ്പെട്ടവർക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അത് നടക്കട്ടെ. அம்மா, ஜீவன் சார் நைட் இங்க திரும்பி வந்தா? ഏട്ടൻ തിരിച്ചെത്തിയ നിത്യേച്ചിയെ കാണില്ല അമ്മ. എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവുന്നു.
ഒരു യാത്ര പോവാണ് 2 ദിവസത്തേക്ക്. എങ്ങോട്ടാ അമ്മേ? നിങ്ങൾ ഹോസ്റ്റലിൽ ഒന്നിച്ച് ജീവിച്ചത്, അവിടെ ഒന്നിച്ച് നടന്ന ദിവസങ്ങളിലെ മിനിറ്റ് വെച്ചുള്ള കഥകൾ. ഞങ്ങളുടെ എല്ലാ കല്യാണ വാർഷിക ദിവസവും ഇവള് പറയുന്ന ആവശ്യം സുജാതയുടെ അടുത്ത് പോണോന്നാ. സാധിച്ചു കൊടുക്കാമെന്ന് ഞാനും പറയും, പക്ഷെ ഇന്ന് വരെ നടന്നിട്ടില്ല. അതെങ്ങനെയാ? തന്നെ അന്വേഷിച്ച് തപ്പിപ്പിടിക്കാൻ പറ്റിയാലല്ലേ? അല്ല, സൗഹൃദം എത്ര വലുതായിരുന്നെന്ന് അമ്മയുടെ മുഖം കണ്ടാ അറിയാം. പറഞ്ഞു വരുമ്പോ എന്റെ മോനെ പോലെ തന്നെ. അല്ല, നിങ്ങളെന്താ ഇപ്പൊ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങള് ചിറ്റാരത്ത് ഭദ്രകാളി ക്ഷേത്രത്തിലെ യാഗത്തിന് പോവാ. ആ എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റെടുത്തണം. ഞാനോ? അതെ, ഇതിൽ നിന്നൊക്കെ എല്ലാവരെയും രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം നിന്റെ മുന്നിലുണ്ടോ? അതോ എല്ലാവരും കൂടി അവര് കൊന്നോട്ടെ എന്നാണോ നിന്റെ തീരുമാനം? ഞാൻ എന്ത് ചെയ്തെന്നാ ചേച്ചി പറയുന്നത്? നീ കാണിച്ചതും ചെയ്തു കൂട്ടിയതൊക്കെ ഇപ്പൊ ഞാൻ വിളിച്ചു പറയണോ? എനിക്കൊന്നും അറിയില്ലെന്ന് നീ കരുതണ്ട. എല്ലാരും ചില നേരത്തെ നിനക്ക് മണ്ടനാക്കാൻ പറ്റും, എന്നാ എല്ലാവരെയും എല്ലായ്പ്പോഴും മണ്ടനാക്കാനൊന്നും പറ്റില്ല. നീ കാരണം ചിലര് ഇവിടെയുള്ളവരുടെ പുറകെ കൂടിയിരിക്കാം. ഏത് നേരത്തും ആപത്ത് മുന്നിൽ കണ്ടുകൊണ്ടാ ഇവിടെയുള്ളവരൊക്കെ നടക്കുന്നത്. ഇന്ന് തന്നെ രാവിലെ എന്റെ നേരെ, പിന്നീട് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ നേരെ. കുറച്ചു മുമ്പ് ഈ വീട്ടിലെ ചില ഗുണ്ടകളൊക്കെ വന്നിട്ട് ഇവിടുത്തെ കണ്ണാടി ചില്ലുകളൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു. അതൊക്കെ പേടിക്കേണ്ടതല്ലേ? ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി ഒളിക്കാനാ? എങ്ങോട്ട് മാറി നിൽക്കാനാ? പറ. വന്ദന, ഇതൊന്നും നോക്കി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.